എസ് മാജു അങ്ങേക്ക് മറുപടി നൽകാം. കാരണം ഈ ആദ്യഘട്ടത്തിൽ അങ്ങ് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സ്വാഗതം ഉണ്ടായിരുന്നുവെങ്കിലും ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഉണ്ടാകുന്ന വിമർശനത്തിന് കൂടി അങ്ങ് മറുപടി നൽകണം. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റും ഫോൺ കോളുകൾ പരിശോധിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ വീഴ്ച SITയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയാകട്ടെ ഈ വലിയ മീനുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന വിമർശനം SITക്ക് നേരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ CPMന്റെ നിലപാടും അങ്ങയുടെ മറുപടി. ഒന്ന്, ആ വിമർശനത്തിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം SITയുടെ അന്വേഷണത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളോ അല്ല. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഏതൊക്കെ പോരായ്മകളുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് പരിഹാരം കാണേണ്ടതെന്നുള്ളതൊക്കെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഇവിടെ തൗഫീഖ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്. തൗഫീഖ് പറഞ്ഞൊരു കാര്യം, CBI അന്വേഷണം വേണം എന്നാണ് നിലപാട്. നല്ല കാര്യമാണ്. തൗഫീഖിന് അങ്ങനെ അഭിപ്രായമുള്ളത് വളരെ നല്ലതാണ്. പക്ഷേ തൗഫീഖ് കുറച്ച് മുമ്പേ ചർച്ചയിൽ പറഞ്ഞത് VD സതീശിനെതിരായിട്ട് CBI അന്വേഷണം പാടില്ല, ശബരിമല കേസിൽ CBI അന്വേഷണം വേണം. രണ്ടിൽ നടക്കട്ടെ, ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം പാടില്ല. ഒരു കാര്യത്തിൽ ഒരു പന്തിയിൽ രണ്ട് വിളവ് പാടില്ലല്ലോ. പിന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് തൗഫീഖിനുള്ള ആശങ്കയെ സംബന്ധിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ തൗഫീഖേ. ഒന്ന്, ഈ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് ഞാൻ ഒരു 10 ദിവസം മുമ്പ് ഫേസ്ബുക്കിലൊരു പേജിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, എൻ്റെ FBയിൽ. ഞാനത് സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് അതുപോലെ തന്നെ അടൂരിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. അവർ പറഞ്ഞെന്താ, 2016 ശ്രീമാൻ അടൂർ പ്രകാശിൻ്റെ മകൻ്റെ വിവാഹം തിരുവനന്തപുരം വെച്ച് നടന്നു. ആ വിവാഹ ചടങ്ങിൽ ഡി മണി പങ്കെടുത്തു. എന്തിനാ തൗഫീഖ് ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ പറയട്ടെ, ഡി മണി പങ്കെടുത്തു. അതുകൊണ്ട് ആ വിവാഹ സമയത്തുണ്ടായിരുന്ന ഫോട്ടോകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിടിച്ചെടുത്ത് അന്വേഷണം നടത്തിയാൽ നന്നായിരിക്കുമെന്ന എൻ്റെ FB പോസ്റ്റ് സംബന്ധിച്ച് തൗഫീഖ് ബോധപൂർവമായി എന്തിനാണ് 2-3 പറഞ്ഞ എന്താ, SITക്ക് മേൽ വലിയ സമ്മർദ്ദം വരുന്ന. ആരാ സമ്മർദ്ദം ചെലുത്തി? SITക്ക് മേൽ സമ്മർദ്ദം വരുന്നെങ്കിൽ SIT അത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തൗഫീഖ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോ ഈ നമുക്ക് ഹിതകരമല്ലാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല തൗഫീഖേ. ഞാൻ വളരെ സ്പെസിഫിക്കായി പറയുന്നു, UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ മകന്റെ വിവാഹത്തിന് ഡി മണി പങ്കെടുത്തില്ല എന്നുള്ളത് സംബന്ധിച്ച് അടൂർ പ്രകാശ് തന്റെ മകന്റെ വിവാഹത്തിന്റെ ഫോട്ടോ അടക്കമുള്ള റെക്കോർഡുകൾ പുറത്തുവിടട്ടെ. അടൂർ പ്രകാശ് പുറത്തുവിടട്ടെ. അപ്പോൾ നമുക്കത് വ്യക്തത വരും. അതിന്റെ ബന്ധം കുറച്ചുകൂടെ പറഞ്ഞുതരാം. അടൂർ പ്രകാശിന്റെ മകന്റെ അമ്മായിയച്ഛൻ എന്നുള്ളത് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ വ്യവസായിയാണ്. അദ്ദേഹത്തിന് AIADMK വഴിയുള്ള തമിഴ്നാട് ബന്ധം വഴിയാണ് ഡി മണി ഈ വിവാഹത്തിൽ പങ്കെടുത്തത്. അതൊക്കെ തൗഫീഖ് വരും കാലങ്ങളിൽ പുറത്തു വരാൻ പോകണം. അതുകൊണ്ടാണ് തൗഫീഖിന് ഇത്ര ആശങ്ക. അതും വരും കാലങ്ങളിൽ പുറത്തു വരും. ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡി മണിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സോണിയാഗാന്ധിയുടെ ജന്മത്തിലുള്ള അതിസുരക്ഷാ മേഖലയിൽ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കൊടുത്ത് അവിടെ പ്രവേശനം നേടിക്കൊടുത്തത് ആരാണെന്നുള്ളതും പുറത്തു വരട്ടെ. എന്തിനാണ് അസ്വസ്ഥമാകുന്നത്? പിന്നെ ബഹുമാനപ്പെട്ട BJPയുടെ ജയചന്ദ്ര മാഷ് പറഞ്ഞ 2-3 കാര്യങ്ങളിൽ, ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആരും അത് പ്രതിയല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പം നിലവിൽ പ്രതിപട്ടികയിൽ ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പ്രതിയല്ലെന്ന് പറഞ്ഞാൽ പറയത്തക്ക സാഹചര്യമൊന്നും ഇല്ലല്ലോ. അവർ രണ്ടുപേരും പ്രതികൾ തന്നെയാണ്. അപ്പോൾ ആ രണ്ടുപേരും നിൽക്കുമ്പോൾ തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞത്, CPMനകത്തൊന്നും മറയ്ക്കാനോ ആരെങ്കിലും സംരക്ഷിക്കാനോ ഇല്ല. അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ആ ദേവസ്വം ബെഞ്ച് ഇന്ന് വരെ അന്വേഷണം സംബന്ധിച്ച് ഒരു പരാമർശം നടത്തിയില്ല. ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞ പരാമർശം നടത്തുന്നത് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ ഒരു സിംഗിൾ ബെഞ്ച് നടത്തിയ പരാമർശം സംബന്ധിച്ചാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ഹൈക്കോടതി ഇതിനെ സംബന്ധിച്ച് വിമർശനം പറഞ്ഞു എന്ന് പറയുന്നത് അതിനകത്താണ്. അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ അന്വേഷണ ടീമിൻ്റെ അന്വേഷണത്തെ സൂപ്പർവൈസ് ചെയ്യുന്ന, SITയുടെ അന്വേഷണത്തെ സൂപ്പർവൈസ് ചെയ്യുന്ന, SIT റിപ്പോർട്ട് ചെയ്യുന്ന ദേവസ്വത്തിൻ്റെ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും നാളുവരെ പറഞ്ഞില്ല എന്ന കാര്യം സാർ കൂടി ജയചന്ദ്ര മാസ്റ്റർ കൂടി ബോധ്യപ്പെടണം. പിന്നെ ED അന്വേഷണത്തെ CPM എതിർക്കുന്നതെന്നുള്ള ചോദ്യത്തിനകത്ത് വളരെ പ്രസക്തമല്ലേ. ED ഏതെങ്കിലും ഒരു കേസിൽ കേരളത്തിൽ അന്വേഷണം നടത്തി ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചോ? എല്ലാ കാലത്തും ED എന്ന് പറയുന്ന
പിന്നെ ഒരു ഏജൻസി കൊണ്ടുവന്നിട്ട് ഇവിടെ കുറേ ആളുകൾക്ക് ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ ഇന്ന് വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ED നടത്തി അന്വേഷണം നടത്തി എന്താ ഇപ്പോൾ നിങ്ങൾ കരുവന്നൂർ ബാങ്കിൽ ED അന്വേഷണം നടത്തിയല്ലോ, എന്തോ നടന്നു? ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ നിക്ഷേപ തുക തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തുക തിരിച്ചു കൊടുക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവൺമെൻറ് ആ ബാങ്കിലുണ്ടായ അരുതാത്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ഗവൺമെൻറ് വെച്ച കൺസോർഷ്യത്തിൽ നിന്ന് സമാഹരിച്ച് ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും സഹകരണ വകുപ്പും ചേർന്ന പിന്നെ സംവിധാനമാണ് ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ നടത്തിയത്. ED അന്വേഷണം കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ പൈസയെ സംബന്ധിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനോ EDക്കോ കഴിഞ്ഞോ? EDയെ സംബന്ധിച്ച് എല്ലാ കാലവും BJPയുടെ ഒരു രാഷ്ട്രീയ ആയുധം എന്നതിനപ്പുറം ഏതെങ്കിലും നിങ്ങൾ കിഫ്ബിക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ വന്നല്ലോ.